29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മൂന്നാം ദിനം പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് വ്യത്യസ്തമായ 67 ചിത്രങ്ങൾ. ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ജാക്വേസ് ഓഡിയാഡിന്റെ എമിലിയ പെരേസും മേളയിലെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലാകെയുള്ള 2 മലയാള ചിത്രങ്ങളിൽ ഒന്നായ ഫെമിനിച്ചി ഫാത്തിമയും ഇന്ന് പ്രദർശിപ്പിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് ശ്രീ പത്മനാഭ തിയേറ്ററിലാണ് പ്രദർശനം. അടിച്ചമർത്തലിന് എതിരെയുള്ള വീട്ടമ്മയുടെ ചെറുത്തുനിൽപ്പാണ് ചിത്രത്തിന്റെ പ്രമേയം. വിവരങ്ങളുമായിട്ട് മാനസ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. മാനസ, ഗുഡ് മോർണിംഗ്. മനസ്സ, കേൾക്കാമോ? ഗുഡ് മോർണിംഗ് പ്രിയ. ഓക്കെ, എങ്ങനെയുണ്ട് IFFK? ഒക്കെ രണ്ടാം ദിവസം കഴിഞ്ഞു, മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നും 67 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് എന്നും മനസ്സിലാകുന്നു. പ്രധാനപ്പെട്ട ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് പൊതുവെ കാര്യങ്ങൾ? തീർച്ചയായും പ്രിയ, എടുത്തു പറയേണ്ട കാര്യമില്ല. IFFK എന്ന് വെച്ചാൽ തലസ്ഥാന നഗരിയിലെ ഒരു പൂരം പോലെയാണ്. ചലച്ചിത്രമേളകളുടെ അല്ലെങ്കിൽ ചലച്ചിത്രങ്ങളുടെ ഒരു പൂരം തന്നെയാണ്. ആ ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായും തലസ്ഥാന നഗരിയെ കണ്ടതും. ഒപ്പം തന്നെ ഇന്ന് മൂന്നാം ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പ്രേക്ഷകരുടെ ആവേശം ഒരു ഇഞ്ച് പോലും മടങ്ങാതെ അല്ലെങ്കിൽ ഒരു ഇഞ്ച് പോലും കുറയാതെ ആവേശം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ നേരിയ രീതിയിൽ മഴ ഇതിനെ തുടർന്ന് രാവിലത്തെ ഷോകളിൽ കുറച്ച് ആളുകളുടെ തിരക്ക് കുറവായിരുന്നെങ്കിൽ കൂടിയും പിന്നീടുള്ള ഷോകളിൽ മുഴുവനും വൻ ജനത്തിരക്ക് തന്നെയാണ്, അല്ലെങ്കിൽ പ്രേക്ഷക തിരക്ക് തന്നെയാണ് IFFK കണ്ടത്. ഏതായാലും ഇന്നും മൂന്നാം ദിനമായ ഇന്നും 67 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കാനായി ഒരുങ്ങുന്നത്. അതിൽ വേൾഡ് സിനിമ ടുഡേ വിഭാഗത്തിൽ 23 ചിത്രങ്ങളും, അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 5 ചിത്രങ്ങളും, ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 4 ചിത്രങ്ങളും, ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ 5 ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ 5 ചിത്രങ്ങൾ, ലൈഫ് ടൈം അച്ചീവ്മെന്റ് വിഭാഗത്തിൽ, ലാറ്റിൻ അമേരിക്കൻ വിഭാഗത്തിലും ഓരോ ചിത്രങ്ങൾ എന്നിവയാണ് ആസ്വാദകർക്ക് മുന്നിലായി ഇന്ന് എത്തുന്നത്. ഒപ്പം തന്നെ ഈ ചലച്ചിത്ര പ്രേമികളെ കാണുമ്പോൾ അവർ സെലക്റ്റീവായി തന്നെ ഇന്ന സിനിമ കാണണം അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സിനിമകൾ കാണണം എന്നതടക്കമുള്ളവ നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ച് ഒക്കെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡെലിഗേറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് വേഗത്തിൽ തന്നെ കയറിയിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടിയും കാത്തിരുന്ന് കയറുന്നവരും ഒരുപാടുണ്ട്. അതിൽ കയറാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു സിനിമയുടെ 1-2 സ്ക്രീനിങ് മാത്രമായിരിക്കും ഉണ്ടാവുക ഈ 7 ദിവസമായി നടക്കുന്ന മേളയിൽ. അതിൽ പരമാവധി സിനിമകൾ കാണാനുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് എല്ലാവരും തന്നെ തലസ്ഥാന നഗരിയിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്തുള്ളവർ മാത്രമല്ല, ഈ കേരളത്തിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലും തന്നെയുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ചലച്ചിത്രമേളയിൽ പ്രത്യേക അല്ലെങ്കിൽ വിവിധ സംസ്കാരങ്ങൾ തന്നെയാണ് കണ്ടുവരുന്നതും. കഴിഞ്ഞ തവണ വരെയുള്ള ചലച്ചിത്രമേളയിലും വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നെങ്കിൽ ഇത്തവണയും അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 13,000-ഓളം ഡെലിഗേറ്റ്സുകളാണ് ഇത്തവണ IFFKയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നത്തെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവ് ആൻ ഹുയുമായി സരസ്വതി നാഗരാജൻ നടത്തുന്ന സംഭാഷണം ഇന്ന് ഉണ്ട്. ഉച്ചയ്ക്ക് ആണ് നടക്കുന്നത്. ഒപ്പം തന്നെ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ജാക്വഡ് ഓഡിയാഡിന്റെ എമിലിയ പെരേസ്, അതോടൊപ്പം തന്നെ ഈ മേളയിലെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ആകെയുള്ള 2 മലയാള ചിത്രങ്ങളിൽ ഒന്നായ ഫെമിനിച്ചി ഫാത്തിമ ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പ്രത്യേക ഒരു ഇഷ്ടം തന്നെയായിരിക്കും മൂന്നാം ദിനമായ ഇന്ന്. അനേകം വ്യത്യസ്തമായ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, സംസ്ഥാന സർക്കാർ എന്നും ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ എന്നും ഉയർത്തിക്കാട്ടുന്ന പ്രധാന കാര്യം തന്നെയാണ് സ്ത്രീപക്ഷത്തോടൊപ്പമുള്ള സർക്കാർ തന്നെയാണ്. ചലച്ചിത്രമേളയിലും അത് നമ്മൾ കഴിഞ്ഞ തവണ വരെ കണ്ടതാണ്. ഇത്തവണയും അതിൽ പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇന്ന് മുതിർന്ന നടിമാർക്കുള്ള ആദരമായി മറക്കില്ലൊരിക്കലും എന്ന പരിപാടി നിശാഗന്ധിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മുതിർന്ന നടിമാരെ, അതായത് മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ള നിരവധി പേരെ ആദരിക്കുന്ന ചടങ്ങാണ് വൈകുന്നേരം 4:30 നിശാഗന്ധിയിലുള്ളത്. ഏതായാലും മൂന്നാം ദിനമായ ഇന്നും ആവേശം ഒട്ടും ചോരാതെ തന്നെ തലസ്ഥാന നഗരിയിൽ ചലച്ചിത്രമേള കെങ്കേമമാക്കുകയാണ് പ്രിയ. ശരി മാനസ, ഏതായാലും IFFK വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് 67 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കാൻ എത്തുന്നത്.